അമ്മയുടെ അവസ്ഥ അറിഞ്ഞ എന്തായാലും അവള് വരും. അവളുടെ ഭർത്താവിനെ കണ്ടെത്തേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, അമ്മ വന്ന് അമ്മയെ കണ്ട അമ്മയുടെ അസുഖം പെട്ടെന്ന് ഭേദമാവും. അല്ലെങ്കിൽ അമ്മ പഴയ നിലയിൽ തന്നെ ഒരുപാട് ദിവസം ഇങ്ങനെ കഴിയേണ്ടി വരും. അസുഖം പൂർണ്ണമായിട്ട് വിട്ടു മാറത്തുമില്ല. നമുക്കിപ്പോ തന്നെ അവളെ കൂട്ടാൻ പോയാലോ? ഈ രാത്രിയിലോ? അത് വേണ്ട സഞ്ജു, പോകുന്നെങ്കിൽ രാവിലെ പോയാ മതി. രാത്രി പോയാ കാര്യങ്ങൾക്കൊരു ഗൗരവം ഉണ്ടാവും. അമ്മുന് കൂടെ വരേണ്ടി വരും. സഞ്ജു, നമുക്ക് പോവാം സഞ്ജു. അതാ നല്ലത്. അങ്കിളെ, നിങ്ങളിവിടെ ഉണ്ടായാൽ മതി. എന്താവശ്യത്തിനും എന്നെ വിളിക്കണം. സ്വതി, വാ. മോനെ സഞ്ജു, എന്ത് ചെയ്യാനാ? അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും വിധി അവളെ വിടാതെ പിന്തുടരാം. പാവമ്മ. കവിതേ, ശരിക്കും എന്താ സംഭവിച്ച കവിത? റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും ശ്രീദേവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടായിരുന്നു. ലച്ചു ഇല്ലാതെ മംഗലശ്ശേരിക്കാർക്ക് ഒന്നിനും കഴിയില്ലെന്നായി അല്ലേ? ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാ. ലച്ചുവിനെ മംഗലശ്ശേരിയിൽ എത്തിക്കാനുള്ള ശ്രീദേവിയുടെ അടവാണ് ഈ അഭിനയം. അതല്ലാതെ ശ്രീദേവിക്ക് ഒരു അസുഖവുമില്ല. ശ്രീദേവി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ ലച്ചുവിന് മനയിൽ നിൽക്കാനാവില്ല. ഇനി ആ അടവ് ഫലം കാണില്ല കവിതേ. മംഗലശ്ശേരിയിൽ എന്ത് സംഭവിച്ചാലും ലച്ചു ഇനി തിരിച്ചു വരില്ല. അതും പറഞ്ഞ് കവിത ഈ സമയം ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമില്ലായിരുന്നു. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. ലച്ചുവിനെ കാണാൻ ഞാൻ മനയിൽ പോയ കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ലച്ചു മംഗലശ്ശേരിയിൽ പോയതിനേക്കാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതേപ്പറ്റി അവളും ഇപ്പൊ ബോധവതിയാ. ഗൗരിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് അത് പറ. അവൾ പോകില്ലെന്ന് മാത്രം തൽക്കാലം കവിത അറിഞ്ഞാൽ മതി. ശത്രുവായിട്ടല്ല, മറിച്ച് അഭ്യുദയാകാംക്ഷിയായിട്ടാ അവളോട് സംസാരിച്ചിരിക്കുന്നത്. കാവേരിയിൽ നിന്ന് അറിഞ്ഞൊരു വിവരം ഞാൻ ഇന്ന് ഗൗരിയോട് പറയാം. ശ്രീദേവിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ പറഞ്ഞ് ലച്ചുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ സഞ്ജുവും സ്വാതിയും മനയിലേക്ക് പോയിട്ടുണ്ട്. ലച്ചു മംഗലശ്ശേരിയിലേക്ക് തിരിച്ചെത്താൻ പോവുക. അതില് ഗൗരിക്ക് ഒരു സംശയവും വേണ്ട. ഞാൻ ഇറങ്ങാം. ഇക്കാര്യത്തില് എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയെങ്കിൽ ലച്ചുവിനെ ഒതുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവള് കാരണം മംഗലശ്ശേരിക്കാർക്കൊരു ഐശ്വര്യം വന്നുകൂടാ. വീണ്ടും വന്നോ? ഇനി എന്നെ കാണാൻ വരരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ?
മുത്തശ്ശി മോളെ ലച്ചു, മുത്തശ്ശി എന്ത് ഈ നേരത്ത്? നീ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ഞാനത് അമ്മയോട് പറഞ്ഞു. നീ ഈ നാട്ടിൽ നിന്നാ നിനക്ക് സമാധാനം കിട്ടില്ല. ബാംഗ്ലൂരിൽ നിനക്ക് ഞാൻ നല്ലൊരു ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ ഇത് വിശ്വസിക്കില്ലെന്ന് അറിഞ്ഞാ ഈ രാത്രി തന്നെ ഞാൻ അമ്മയും കൂട്ടി വന്നത്. നീ എന്റെ അമ്മയെ എനിക്ക് കണ്ടെത്തി തന്നതിന് ഞാൻ നിന്നോട് കാണിക്കുന്ന നന്ദിയായിട്ട് ഇതിനെ കാണും. ഈ മനയിൽ കാല് കുത്തരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? മോനെ ഗോവിന്ദ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. ലച്ചുവിനൊരു ജോലി ശരിയാക്കിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. മുത്തശ്ശി ക്ഷമിക്കണം. ലച്ചുവിന് ഞാനൊരു ജോലി അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതൊന്നും ഇവന് വിശ്വാസമില്ലമ്മേ. ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും നീ ഇത് വാങ്ങും. വാങ്ങും മോളെ, നിനക്കിവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ല. എന്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയാ, മരിയ ജോർജ് എന്ന അവളുടെ പേര്. ഏറ്റവും നല്ല അക്കോമഡേഷൻ നിനക്ക് അവിടെ കിട്ടും. ആ, ഈ കമ്പനിയെ പറ്റി നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മരിയ ജോർജിന്റെ ഫോൺ നമ്പർ അതിലുണ്ട്. എന്ത് പോസ്റ്റിലാണ് നിങ്ങൾ ഇവൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തിരിക്കുന്നത്? മരിയയുടെ ഓഫീസിലെ ജോലിയാണെന്ന കാര്യത്തിൽ ഉറപ്പു തരുന്നു. ലച്ചുവിന്റെ കഴിവനുസരിച്ച് അവക്കൊരു പോസ്റ്റ് അവിടെ കിട്ടും. ലച്ചുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇത്രയും താല്പര്യം എടുക്കുന്നത്? അതിന് ഇവള് നിങ്ങളുടെ ആരുമല്ലല്ലോ. അത് ചോദിക്കാൻ നിനക്ക് എന്ത് അവകാശമുള്ളത്? ഇവൾ ഈ മനയിൽ ചികിത്സയ്ക്ക് വന്ന പെൺകുട്ടി മാത്രമല്ലേ? ഞാനീ ചെയ്യുന്നത് ദേ ഇവളോടുള്ള കടപ്പാട് കൊണ്ട് മാത്രം. അതെന്താണെന്ന് ഇവളോട് പറഞ്ഞിട്ടുമുണ്ട്. മോള് ധൈര്യമായി പൊയ്ക്കോ. എനിക്കൊരു പുനർജന്മം തന്നത് മോളാ. അറിഞ്ഞുവെച്ച് മുത്തശ്ശി മോളെ ചതിക്കില്ല. എനിക്ക് മുത്തശ്ശി വിശ്വാസം. ആ വിശ്വാസത്തിൽ ഞാൻ പോവാം. ആ, നാളെ തന്നെ ലച്ചു അവിടെ എത്തണം. നീ നാളെ തന്നെ ജോയിൻ ചെയ്യുമെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ രാത്രിയിൽ വന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തിട്ട് നാളെ തന്നെ എത്തണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവള് വിശ്വസിക്കുമ്പോ നീ എന്തിനാ അവിശ്വാസം കാണിക്കുന്നേ? ഇവളെ തിരികെ മംഗലശ്ശേരിയിലേക്ക് അയക്കാനാണോ നീ അവരുമായി ചേർന്ന് പദ്ധതിയിടുന്നേ? എന്തായാലും അന്യയായ ഒരു പെണ്ണിനെ ഇവിടെ നിർത്താൻ പറ്റില്ല. ആ, മരിയയ്ക്ക് മറ്റന്നാൾ ഒരു ബിസിനസ് ടൂർ ഉണ്ട്. എപ്പോ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. നിന്നെ കണ്ടിട്ട് പോകാനാ നാളെ ബാംഗ്ലൂരിൽ എത്താൻ പറയുന്നത്.
ഒന്നും അറിയാതെ വരാൻ വണ്ടിയൊന്നുമല്ല ഞാൻ. നിനക്ക് പോകാൻ ബസ്സിൽ ഒരു ടിക്കറ്റും ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ വന്നത്. ആ, ബസ് ഇറങ്ങിയാൽ ഉടൻ അതിലുള്ള നമ്പറിൽ നീ വിളിച്ചാൽ മതി. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കമ്പനി വണ്ടി വരും. ബസ് പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. ഇവിടെ നിന്ന് വീർപ്പ് മുട്ടാതെ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് പോകാം. നിന്റെ ജീവിതത്തിൽ പുതിയൊരു വഴി തുറക്കുകയാണ്. ഇനി അതല്ല മംഗലശ്ശേരിയിൽ ഒരു ബോംബായി ജീവിക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെയാവാം. അമ്മ എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തു. വരൂ അമ്മേ, ഇനി നമുക്ക് പോവാം. മോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്ക്. അവിടെ ചെന്നിട്ട് മുത്തശ്ശിയെ വിളിക്കണം. നീ പോകുമെന്ന് എനിക്കറിയാം. മംഗലശ്ശേരിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത വിധം നിന്നെ അവിടെ വെച്ച് പൂട്ടാൻ ദക്ഷയ്ക്കറിയാം. ആ, എന്നാ നമുക്ക് പോവാമേ. പോട്ടെ മോളെ. സഞ്ജു, ഉറക്കം വരുന്നുണ്ടോ? ഏയ്, റോഡ് മോശമായിട്ടാ. നീ ധൈര്യമായിട്ടിരിക്കേ. എന്തായാലും മഴയൊന്ന് തോർന്നത് നന്നായി. മനയിലേക്ക് നീ എത്ര ദൂരം വരും? നമ്മൾ ഉടനെ എത്തും.
ക്ഷമിക്കണം. പോയിട്ട് വാ മോളെ. ലച്ചു കയറിക്കോ. എല്ലാരും ഉറങ്ങിക്കാണുന്ന കരുതിയേ. നിങ്ങളെന്താ ഈ നേരത്ത്? അത് സഞ്ജുവിന്റെ അമ്മ ഐസിയിലെ തിരുമേനി. ലച്ചുവിനെ കൂട്ടിക്കൊണ്ടു പോവാനാ ഈ രാത്രിയിൽ ഞങ്ങൾ വന്നത്. അവൾ പോയല്ലോ. അവള് പോയെന്നോ? ഇപ്പോ അവളെ യാത്രയേക്കാൻ ഗോവിന്ദ് പോയതേയുള്ളൂ. തിരുമേനി എന്താ ഈ പറയുന്നത്? അമ്മ എവിടെ പോവാനാ? അവൾക്ക് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി. നാളെ അവിടെ എത്തേണ്ടതുണ്ട്. അതാ രാത്രി തന്നെ പോയത്. ബസ്സിലാണോ അവള് പോയത്? അതെ, 10 മിനിറ്റിനുള്ളിൽ ആ ബസ് പുറപ്പെടും. സഞ്ജു വേഗം വാ. ശരി തിരുമേനി. ബസ് പുറപ്പെടുന്നതിന് മുന്നേ നമ്മളിവിടെ എത്തുമോ? ധൃതി പിടിച്ച് യാത്രയായി പോയി. കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. ഒരു ടിക്കറ്റ് ഞാൻ ശ്രമിച്ചതാ. സാരമില്ല, അവിടെ ചെന്നിട്ട് വിളിക്കാനല്ലേ പറഞ്ഞത്.